ശബരിമലയിൽ നിന്ന് പുതിയ സംഭവ വികാസങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് കൊടിമരത്തിലും വലിയ സ്വർണ്ണക്കൊള്ള നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ധ്വജപ്രതിഷ്ഠയിലും അന്വേഷണം വേണമെന്നാണ് കോടതി ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. അതെ, കോടതിക്ക് ബോധ്യമായി രണ്ട് മുന്നണികളും ശബരിമല വെച്ച് ദേവസ്വം ബോർഡ് വെച്ച് കാശുണ്ടാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ എത്രയൊക്കെ ശുദ്ധനാണ്, നല്ലവനാണ്, പ്രയാറാണ് എങ്കിലും കൂടെ ഉണ്ടായിരുന്ന മെമ്പർമാരും ഉദ്യോഗസ്ഥരും അത് മുതലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട രണ്ട് ജഡ്ജിമാരും ഒരേ സ്വരത്തിൽ പറഞ്ഞ് 2017 മുതലുള്ള ദേവസ്വം ബോർഡിൻ്റെ ഭരണങ്ങൾ അന്വേഷിക്കണം. അപ്പോൾ ആ കാലയളവിൽ ആരായിരുന്നു? ബഹുമാനപ്പെട്ട പ്രയാറിൻ്റെ കീഴിലുള്ള ആൾക്കാരായിരുന്നു ഭരണം നടത്തിയിരുന്നത്. പക്ഷേ അന്നത്തെ മാറിയ ചില തന്ത്രിമാർ ഈ മേൽശാന്തിക്കാർ പറയാറുണ്ടായിരുന്നു, കൊടിമരത്തിനൊന്നും ഒരു കുഴപ്പമില്ല, ഇവർ മനഃപൂർവ്വം കോൺഗ്രസ്സുകാരും നമ്മുടെ അന്നുണ്ടായിരുന്ന മെമ്പർമാരും കൊടിമരത്തെ വളച്ചതാണ്. ആ കൊടിമരത്തിലുള്ളത് പ്യുവർ സ്വർണ്ണമാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. അപ്പോൾ അങ്ങനെ അതിലൊരു റീസ്ട്രക്ചർ, ഭഗവാന് ദോഷമാണ്, വളഞ്ഞു നിൽക്കുന്നു കൊടിമരം, ഭഗവാന്റെ നട്ടലല്ലേ, അപ്പോൾ അത് വളഞ്ഞു നിൽക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് കള്ള രീതിയിൽ അവിടെ ഒരു ദേവപ്രശ്നം വെച്ച് അവരുടെ പേരിൽ കുറ്റം, ഉദ്യോഗസ്ഥരുടെ പേരിലും അന്നത്തെ മെമ്പർമാരും പ്രയാറിൻ്റെ കമ്മിറ്റിക്ക് വരില്ലെന്ന് പറഞ്ഞ് മിനിറ്റ്സ് രേഖപ്പെടുത്തി ഭഗവാന് വിഘ്നങ്ങളുണ്ടാകും, കൊടിമരം വളഞ്ഞു നിൽക്കുന്നു, ഇതിനെ ഒന്ന് പുനർക്രമീകരിക്കണം, ഇതിൻ്റെ ആ കോൺക്രീറ്റ് എല്ലാം ഛിന്ന ഭിന്നമായിപ്പോയി. കള്ള റിപ്പോർട്ട് അവർ മിനിറ്റ്സിലുണ്ടാക്കി, ഭൂരിപക്ഷം വന്നു, അന്നത്തെ കോൺഗ്രസ് ഗവൺമെൻറ് പിന്തുണ കൊടുത്തു, കൊടിമരം പൊളിച്ചു. അപ്പോൾ ആ കൊടിമരം പൊളിച്ചതിൻ്റെ സ്വർണ്ണങ്ങൾ എവിടെ? അത് ബഹുമാനപ്പെട്ട കോടതിക്ക് രണ്ട് ജഡ്ജിമാർക്കും അറിയാം. അപ്പം ഇവിടെ ദേവസ്വത്തിൻ്റെ, ഭഗവാന്റെ ശ്രീധർമ്മശാസ്താവിൻ്റെ പേര് പറഞ്ഞ് രണ്ട് മുന്നണികളും ദേവസ്വം ബോർഡിൽ നിന്ന് പണം കട്ടു എന്നുള്ളത് സാധാരണ ഓരോ ഭക്തർക്കും ഇവിടെ അറിയാമെന്നുള്ള കേസാണ്. അതുകൊണ്ടാണ് വീണ്ടും സൂക്ഷ്മ പരിശോധനയിലുള്ള പുതിയ ലാബുകളെ കൊണ്ട് അന്വേഷിക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതി ഉത്തരവിട്ടിരിക്കുന്നു. ഇപ്പോൾ എന്താ എസ് ഐ ടി കുറ്റം പറയാൻ വലുതായിട്ട് ഒക്കുമെന്ന് തോന്നുന്നില്ല. കാരണം അവർക്ക് റിപ്പോർട്ട് എഴുതി തീർത്ത ഉദ്യോഗസ്ഥന്മാർക്ക് 90 ദിവസത്തിനകത്ത് കോടതിയിൽ സമർപ്പിക്കാൻ ഒക്കുള്ളൂ. അവർ എഴുതി തീർത്തില്ല. അവർക്ക് സമ്മർദ്ദം ഗവൺമെൻറ്റിൽ നിന്ന് നിങ്ങൾ പതുക്കെ എഴുതി കൊടുത്താൽ മതി. ഇന്ത്യൻ പീനൽ കോഡ് നിയമം അനുസരിച്ച് 90 ദിവസം കഴിയുമ്പോൾ ജാമ്യാപേക്ഷ കൊടുക്കുമ്പോൾ ഏത് കോടതിയും ഇവിടുത്തെ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് പ്രതികളെ പുറത്തു വിടണം. അപ്പോൾ മുകളിൽ നിന്നുള്ള സമ്മർദ്ദം ബലം കൊണ്ടാണ് ഈ SIT ഉദ്യോഗസ്ഥന്മാർ റിപ്പോർട്ട് പൂർണ്ണമാക്കി കോടതി കൊടുക്കാത്തത്. കോടതിയിൽ കൊടുത്താൽ പെട്ടെന്ന് വിചാരണ നടക്കും, പെട്ടെന്ന് ശിക്ഷാ നടപടികൾ നടക്കും. അപ്പോൾ കേരളത്തിൽ നടന്ന ഈ ഇൻ്റലിജൻസ് അന്വേഷണമായാലും പോലീസ് അന്വേഷണമായാലും 60 ദിവസം കൊണ്ട് റിപ്പോർട്ട് കൊടുത്ത് ശിക്ഷ വിധിച്ചിട്ടുള്ള കാലയളവ് കേരളത്തിലെ ചരിത്രത്തിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ അത് വരരുത്, ഇവരെ ശിക്ഷിക്കും, ജയിലിനകത്താകും. അത് വരാതിരിക്കുവാൻ മുകൾ സമ്മർദ്ദം വന്ന് SIT ഉദ്യോഗസ്ഥന്മാർ ലാഗ് ചെയ്തു. ഇപ്പം നാളെ മറ്റന്നാളോ വാസുവൊക്കെ ഇറങ്ങും. ഏകദേശം അവരുടെ പീരീഡ് 90 ദിവസം ആകാൻ പോകുന്നു, റിപ്പോർട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ എല്ലാ പ്രതികളും പുറത്തിറങ്ങുന്നവരെ ദേശീയ ഗവൺമെൻറ്റിൻ്റെ അന്വേഷണ ഏജൻസി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യും. അപ്പോൾ അത് തിരഞ്ഞെടുപ്പിന് ഗുണമായിട്ട് വരും. കാരണം ഇവർ വിട്ട പ്രതികളെ ഇവർ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുമ്പോൾ കുറ്റങ്ങൾ ഒളിവരും. അതുകൊണ്ടാണ് ആദ്യമായിട്ട് ജയറാമിനെ ചോദ്യം ചെയ്യുവാൻ പോവുകയാണ്. അതിൻ്റെ തക്കതായ രേഖകളും കാര്യങ്ങളും ജയറാമിൻ്റെ വീട്ടിൽ വാതിൽപ്പടിയും പാളിയെ വെച്ച് പൂജ ചെയ്യുന്ന പടങ്ങളുണ്ടല്ലോ. ഉണ്ണികൃഷ്ണൻ പറ്റി പൂജ ചെയ്യുന്നു, ജയറാം തൊഴുതുകൊണ്ട് നിൽക്കുന്നു, വേറെ ഏതോ VIP നിൽക്കുന്നു. അപ്പോൾ ഇത് പൂർണ്ണ തെളിവാണ്. അതിന് പ്രത്യേക ഒരു പരാതിയോ കാര്യങ്ങളോ ഇല്ല. ഈ സ്വർണ്ണപ്പാളി ഇന്ത്യ കംപ്ലീറ്റ് കൊണ്ടുപോയി ഉന്നതന്മാരെ വീടുകളിലും വ്യവസായ വീടുകളിലും ഉണ്ണികൃഷ്ണൻ പോറ്റി പൂജ ചെയ്തു. ഇതിൻ്റെ വിഹിതം അന്നത്തെ ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്ക്, അന്ന് ഭരണ നേതൃത്വത്തിന് കൊടുത്ത മന്ത്രിമാർക്ക്, MLA മാർക്ക് ഷെയറുകൾ ഉറപ്പായിട്ടെത്തും. അല്ല, ജയറാം ഇപ്പോഴും സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുകയാണ്. ആണ്, ജയറാമിനെ ക്വസ്റ്റ്യൻ ചെയ്യണം. കാരണം എന്തിൻ്റെ എങ്കിൽ പിന്നെ സാധാരണ ഇത്രയും ജനത ശ്രീധർമ്മശാസ്താവിനെ തൊഴാൻ ചെല്ലുന്നു, ലക്ഷോപലക്ഷം ജനത, എല്ലാവരെയും വീട്ടിൽ കൊണ്ടുവന്ന് ഈ പാളി കൊണ്ടുവച്ച് പൂജ ചെയ്യണ്ടേ? ജയറാമിൻ്റെ വീട്ടിൽ മാത്രം വയ്ക്കാൻ ജയറാമിന് കൊമ്പുണ്ടോ? അല്ലെങ്കിൽ ജയറാം എന്തെങ്കിലും ഉന്നത അധികാര പദവിയിൽ ഇരിക്കുന്ന ആളാണോ? ജയറാം ജസ്റ്റ് ഒരു കലാകാരൻ.
അപ്പോൾ ആ രീതിയിലുള്ള സാമ്പത്തികം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ഗ്രൂപ്പിനും കൊടുത്തത് കൊണ്ടാണ് ശബരിമലയിൽ ഉണ്ടായിരുന്ന ആ കട്ടള അതേ ജയറാമിന് വീണ്ടും സിനിമയിലോ വ്യവസായത്തിലോ ഭക്തിയും ഐശ്വര്യവും വരുമെന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയത്. ഇങ്ങനെ പല കമ്മ്യൂണിസ്റ്റുകാരുടെ വീടുകളിലും പൂജ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് പുറത്തു വരുന്നില്ല. ഇപ്പോൾ യാതൊരു അന്വേഷണവും മന്ത്രിക്കില്ല എന്ന് SIT ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. എത്രയെത്ര പടങ്ങളാണ് ഇവിടെ പത്രങ്ങൾ പുറത്തു വിടുന്നത്. പുളിമാത്തുള്ള കിളിമാനൂർ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയ വഴിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് സംസാരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ മകളുടെ നൂലുകെട്ട്, അച്ഛൻ്റെ 80ാമത്തെ വയസ്സായപ്പോൾ, ഇതെല്ലാം സ്ഥിരം സന്ദർശനങ്ങളല്ലേ. അപ്പോൾ ഒരു കുടുംബത്തിലുള്ള പരിപാടിക്ക് പോലും പോകാതെ ഇത്തരം പൂജാരിമാരെ വീടുകളിൽ, കള്ളപ്പൂജാരിമാരെ വീടുകളിൽ പോകുമ്പം എന്തെങ്കിലും പ്രതിഫലമില്ലാതെ ഈ ഉന്നതരായിട്ടുള്ള മന്ത്രിമാരും MLA മാരും, റാന്നി MLA റാന്നിയിൽ നിന്ന് ഇവിടെ വന്നു പുളിമാത്ത് ഇദ്ദേഹത്തിൻ്റെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ, ഇവിടുന്ന് മന്ത്രി ഔദ്യോഗിക വാഹനത്തിൽ അവിടെ പോയി. അപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കേരളത്തിൻ്റെ ഗവൺമെൻറ്റിന് എന്ത് ത്യാഗമാണ് ചെയ്യുന്നത്, ഈ അമ്പലങ്ങൾ മോട്ടിച്ച് വിഹിതങ്ങൾ കൊടുക്കുന്നതല്ലാതെ. അവിടെയാണ് SITക്ക് സംശയം വരുന്നതും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് സംശയം വരുന്നതും. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമായി UDF ആയാലും LDF ആയാലും ശബരിമല ശ്രീധർമ്മശാസ്താവിൻ്റെ മുതൽ കട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞത് ഒരുത്തരെയും വെറുതെ വിടുകയില്ല. അതിനർത്ഥം UDFകാർ ഇതിൽ പങ്കുണ്ട്. UDFൻ്റെ കൊടിമരം പൊളിക്കുക, വാഹനം പൊളിച്ച് ചെയ്യുവാൻ. അതിനു മുമ്പെയാണ് അഡ്വാൻസായിട്ട് ഇത്ര സ്വർണ്ണമേ ഉണ്ടാകുള്ളൂ എന്ന് പറഞ്ഞ് അന്നത്തെ മെമ്പർമാരെല്ലാം പത്രങ്ങൾക്ക് റിപ്പോർട്ട് പ്രസ് റിലീസ് കൊടുക്കുന്നത്. എങ്ങനെ ലാഗ് ചെയ്ത് ഒഴിഞ്ഞു മാറിയാലും UDFനും ഇതിനകത്ത് പങ്കുണ്ട്. ഇത് നല്ല രീതിയിൽ മുതലാക്കുവാൻ കേരളത്തിലെ BJPയുടെ നേതാക്കൾ ഇന്ന് തയ്യാറാകുന്നില്ല. ഈ രണ്ട് മുന്നണികളും ഹിന്ദു ഭൂരിപക്ഷത്തെ ദ്രോഹിച്ചു കൊണ്ടിരിക്കുന്നു, കൊള്ളയടിക്കുന്നു എന്ന് പറഞ്ഞ് നല്ല രീതിയിലൊരു പ്രചരണം കേരളത്തിൽ കാഴ്ചവെക്കണം. ഇത് കേരളത്തിലെ സാധാരണ ഒരു സോഷ്യൽ മീഡിയയുടെ ആൾക്കാർ ഗാന്ധി പാർക്കിൽ നിന്ന് മൈക്ക് കൊണ്ട് പറയുകയാണെങ്കിൽ ജനങ്ങൾ പറയുകയാണ് ഈ രണ്ട് ഗവൺമെൻറ് UDF LDF കള്ളന്മാരാണ്, മൂന്നാമൊരു പുതിയൊരു ഭരണം കേരളത്തിലെന്ന് ജനം പറയുമ്പോൾ ആ ജനത്തിൻ്റെ ഇംഗിതമനുസരിച്ച് ഒരു തേർഡ് പാർട്ടി ഇവിടെ പ്രചരണം നടത്തണ്ടേ? അവരും പ്രചരണത്തിൽ പിന്നിലാണ്. അതുകൊണ്ടാണ് ഇവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ എന്തിനവർ ഇങ്ങനെ ലേറ്റാക്കി വെച്ചു. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കറിയാം, പല ഉന്നത ഉദ്യോഗസ്ഥരും പണ്ട് സ്ത്രീ പ്രവേശന സമയത്ത് ശബരിമല നിന്ന് കരഞ്ഞിട്ടുണ്ട്. ഇന്ന് അദ്ദേഹത്തിന് മുകളിലെ സമ്മർദ്ദം കൊണ്ട് കരയാതിരിക്കുക ശാസ്താവിൻ്റെ ഉള്ള കാര്യം പറഞ്ഞു മാപ്പ് സാക്ഷിയായി. അതേപോലെ ഈ ഉദ്യോഗസ്ഥന്മാരും കേടാണ്. ധർമ്മശാസ്താവിൻ്റെ മുതൽ കട്ടവർക്കെതിരെ അന്വേഷണം ചെയ്തപ്പോൾ റിപ്പോർട്ട് കോടതിയിൽ കൊടുക്കുവാൻ ലാഗ് ചെയ്ത് പോയി. അപ്പോൾ എന്തുകൊണ്ടും ഇതൊരു പുതിയ വഴിത്തിരിവിലേക്ക് ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ വരുന്നു. മുൻ ഗവൺമെൻറ്റിൻ്റെ അഴിമതികളും കൊടിമര അന്വേഷണവും വാഹനം വിറ്റതിലും വീട്ടിൽ കൊണ്ടുപോയി വച്ചതിനും എല്ലാം മുൻ ഗവൺമെൻറ്റും UDFും LDFും രണ്ടുപേരും തുല്യ പങ്കാളിത്തം ഉണ്ട് എന്ന് പറഞ്ഞ് നല്ല രീതിയിൽ കേരളത്തിലൊരു ക്യാമ്പയിൻ നടത്തിയാൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇവിടെ കേവല ഭൂരിപക്ഷത്തിൽ ചില മുന്നണികൾ നടത്തിയെടുത്ത് ഗവൺമെൻറ് ഉണ്ടാക്കാൻ കഴിയും. ഈ ഒരു നാണക്കേട് മാറുവാൻ വേണ്ടിയാണ് സച്ചിദാനന്ദനെ പോലുള്ളവരെയും ഇത്തരം ആൾക്കാരെ പിടിച്ചുകൊണ്ട് ജനശ്രദ്ധ തിരിക്കുവാൻ സ്റ്റേറ്റ്മെൻറ്റുകൾ മാറ്റുന്നത്. പക്ഷേ പ്രബുദ്ധരായ കേരള ജനതയാണ്, ഇതിലൊന്നും കേരള ജനത വഴങ്ങുകയില്ല. ഇനി മൂന്നാമതും ഇവിടെ പിണറായിക്ക് ഇരിക്കാമെന്ന വ്യാമോഹമുണ്ടെങ്കിൽ അത് ജനാധിപത്യ വിരുദ്ധമാണ്, ജനം ഇരുത്തൂല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.